Don't get up. Lost me. I forget. I wasn't listening. Forget all familiar things. Sun-soaked shores, lost in the evening breeze.
ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയണമേ. ഒരു തിരുവചന ഭാഗം നമുക്ക് വായിക്കാം. സങ്കീർത്തനം 128. കർത്താവിന് ഭയപ്പെടുകയും അവന്റെ വഴി നടക്കുകയും ചെയ്യുന്ന ഭാഗ്യവാൻ. നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും, നീ സന്തുഷ്ടനായിരിക്കും, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെ ആയിരിക്കും. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും. കർത്താവിന്റെ ഭക്തർ പ്രകാരം അനുഗ്രഹിതരാകും. കർത്താവ് സിയോനിൽ നിന്നെ അനുഗ്രഹിക്കട്ടെ. നിന്റെ ആയുഷ്കാലം അത്രയും ജെറുസലേമിന്റെ ഐശ്വര്യം കാണാൻ നിനക്ക് ഇടവരും. മക്കളുടെ മക്കളെ കാണാൻ നിനക്ക് ഇടവരട്ടെ. ഇസ്രായേലിന്റെ സമാധാനം ഉണ്ടാകട്ടെ. കർത്താവ് ദൈവമേ, ഒരു നിമിഷം പാവപ്പെട്ട അടിയാണ് അങ്ങയുടെ തിരുസന്നിധിയിൽ എല്ലാം മറന്ന് അടിയറ വെച്ചുകൊണ്ട് അങ്ങയുടെ തിരുസന്നിധിയിൽ വലിയ അനുഗ്രഹത്തിന് വേണ്ടി തിരുസന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ അവിടെ ഓർക്കണമെന്ന് ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നു. മനുഷ്യ ഏകനായിരിക്കും നന്നല്ല തക്കത്തോടെ ഉണ്ടാക്കി കൊടുക്കുന്ന അനുഭവിച്ചത് കർത്താവിന്റെ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ സഹോദരന്റെ പ്രിയ ദാനമായി കൊടുത്ത പ്രിയപ്പെട്ട മകളെ അണിയിച്ചൊരുക്കി കർത്താവിന്റെ തിരുസന്നിധിയിൽ ആക്കി വെച്ചിരിക്കുന്ന കർത്താവ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ നയിക്കണമെന്ന് നടത്തണമെന്ന് ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നു. തിരുവചനത്തിന്റെ അടികൾ വായിച്ച് കേട്ടതുപോലെ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട സിൽവിയച്ചൻ ആമുഖമായിട്ട് പറഞ്ഞതുപോലെ ഈ മക്കളെ അനുഗ്രഹിക്കപ്പെടുവാനാകണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. വലിയ പ്രതീക്ഷ നോക്കി കാണുന്ന ഞങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകുവാനും അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം ഈ പ്രിയപ്പെട്ട മക്കൾക്ക് നൽകപ്പെടാകണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാ അവസ്ഥകളും സമർപ്പിക്കുന്നു. എല്ലാ പോരായ്മകളും ക്ഷമിച്ച് പുറത്ത് ഈ രണ്ട് കുടുംബങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണം. ഈ രണ്ട് വ്യക്തികളെ കൂടി ചേർന്ന് ധന്യമായ ഈ നിമിഷത്തിലേക്ക് അടിയങ്ങൾ വലുതായിട്ട് കടന്നു പോകുന്ന കർത്താവ് കാത്തോളണമേ, അനുഗ്രഹിക്കണമേ. എല്ലാം കർത്താവ് നയിക്കാൻ നടത്തുകയും ചെയ്യുവാനാണ് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ യേശുവിന്റെ പ്രധാനത്തെ സമർപ്പിക്കുന്നു. കൃപയാകണമേ. അങ്ങനത്തെ ഒരു പ്രാർത്ഥന. കർത്താവിൻ്റെ ഇടയിലാകുന്ന എനിക്കൊന്നൊരു കുറവുണ്ടാകില്ല നടിച്ച് ദൈവങ്ങളെ സ്തുതിക്കുന്നു. കർത്താവെ കിഴക്കുന്നു പടിഞ്ഞാർന്ന് നിൽക്കുന്നു മടക്കുന്ന ധാരാളം പേര് കടന്നു വരുവാനും എല്ലാ ബന്ധുമിത്രാദികളും ഒന്നിച്ചുകൂടാൻ തന്ന ഈ അവസരത്തിൽ നന്ദി പറയുന്ന കർത്താവ് യാത്രകളെ എല്ലാം അനുഗ്രഹിച്ചു. നല്ല പ്രഭാതം തന്ന് അനുഗ്രഹിച്ചു. എല്ലാവരുടെയും യാത്രകളെ അനുഗ്രഹിച്ചു. ഭക്ഷണന്മാരിൻ്റെ എല്ലാം അനുഗ്രഹിച്ചു. കർത്താവ് നടക്കാൻ പോകുന്ന വിവാഹ വാഗ്ദാനങ്ങളെ കർത്താവ് നല്ലൊരു കുടുംബജീവിതത്തിൻ്റെ അവർക്ക് എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതാവേ. താവയെ കുടുംബങ്ങളെ എല്ലാം അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. പുതിയൊരു കുടുംബമായിട്ടുള്ള ആ വലിയ ബന്ധത്തിൽ നന്ദി പറയുന്നു താവയെ. നല്ല കാലാവസ്ഥ നന്ദി പറയുന്നു താവയെ. കുടുംബങ്ങളെ എല്ലാം അനുഗ്രഹിക്കണമേ. ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കണമേ പ്രാർത്ഥിക്കുന്നു. ഈശോയെ ഇന്ന് വിശുദ്ധ ഈ വിവാഹ ആശീർവാദത്തെ അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ധാരാളം മക്കളെ കൊടുത്തവരെ അനുഗ്രഹിക്കണമേ. താവയെ 3-4 തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാനുള്ള കൃപ കൊടുത്ത് അഭിഷേകം കൊടുത്ത് അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്ന താവേ. എല്ലാ ദൈവസ്നേഹം കൊണ്ട് നിറച്ച് നന്ദി പറയുന്നു. നന്ദി ഈശോയെ, നന്ദി ഈശോയെ, നന്ദി. പ്രിയമുള്ളവരെ, ഇത് വിവാഹം ആശീർവദിക്കുന്നതും ഇന്നിവിടെ കടന്നു വന്ന് ഈ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന എല്ലാം ഞങ്ങളുടെ ബഹുമാനപ്പെട്ട സിൽവിയച്ചനാണ്. ഞങ്ങളുടെ അമ്മയുടെ മൂത്ത ആങ്ങളയുടെ മകനാണ് അച്ഛന് CST സഭയിലെ പ്രൊവിൻഷ്യലായിരുന്നു. ഇപ്പോൾ മുക്കന്നൂര് വലിയ ഉത്തരവാദിത്വത്തിൽ അച്ഛൻ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അച്ഛനോട് കടന്നു വന്നിരിക്കുന്നവരൊക്കെ തുടർന്നുള്ള ശുശ്രൂഷകൾക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അച്ഛനിലൂടെ എല്ലാം ക്രമീകരിക്കപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവാദത്തിനായിട്ട് പ്രധാനപ്പെട്ട അച്ഛനെ ക്ഷണിക്കുന്നു. സ്നേഹമുള്ളവരെ, അമ്മയുടെ സാന്നിധ്യം അവിടെ എത്തിയാലിരിപ്പുണ്ട്. ആ സാന്നിധ്യം നമ്മളോടുകൂടി ഉണ്ട്. തീർച്ചയായിട്ടും സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മ ഇന്ന ദിവസം സന്തോഷിക്കുകയായിരിക്കും. ഈ അവസരത്തിൽ അലങ്കാരങ്ങൾ ആവശ്യമാണ്, ആഘോഷങ്ങളൊക്കെ ആവശ്യമാണ്. അതേസമയം തങ്കച്ചൻ പറഞ്ഞതുപോലെ ഒരു പുതിയ കുടുംബത്തിന് രൂപം കൊടുക്കാൻ പോവുക. ഇത്രയും നാളും ജെയിംസും ആൻസിയും വളർത്തി സംരക്ഷിച്ച് പരിപാലിച്ചു കൊണ്ടുവന്ന ആൻമേരി ഇനി മുതൽ ഒരാളെ പിടിച്ചേൽപ്പിക്കുകയാണ്. അവർ രണ്ടുപേരും ഐക്യത്തിലെ, സ്നേഹത്തിലെ, കൂട്ടായ്മയിൽ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കാൻ അത്ര എളുപ്പമൊന്നുമല്ല. ബുദ്ധിയും യുക്തിയും ഒക്കെ മാറ്റിവെച്ചാലേ വിശ്വസിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് യുക്തിയും ബുദ്ധിയൊക്കെ മാറ്റിവെച്ചിട്ട് ദൈവം വെളിപ്പെടുത്തി തന്നത് എനിക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും എനിക്ക് അറിയാൻ സാധിക്കുന്നില്ലെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ അംഗീകരിക്കുന്നു, ഞാൻ സ്വീകരിക്കുന്നു. ഇതാണ് വിശ്വാസം. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ കുടുംബജീവിതം ദൈവത്തോട് ബന്ധപ്പെട്ട് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഈ കുടുംബം നയിച്ചു കൊണ്ടുപോകാനായിട്ട്. പരസ്പരമുള്ള കാരുണ്യവും സ്നേഹവും ബന്ധവും എല്ലാം സംരക്ഷിച്ച് വളർത്തിക്കൊണ്ടുവരാനും ദൈവം തരുന്ന മക്കളെ സ്നേഹത്തോടുകൂടി നല്ല കത്തോലിക്ക മക്കളായിട്ട് വളർത്താനുമൊക്കെ ഉള്ള അനുഗ്രഹവും ശക്തിയുമാണ് തമ്പുരാൻ തരുന്നത്. ഇന്ന് ഒരു വിവാഹം എന്ന കൂദാശയിലൂടെയാണ് കുടുംബം ജീവിതം ആരംഭിക്കാൻ പോകുന്നത്.
ഭർത്താവും ഭാര്യയുമായിട്ട് മാറാൻ പോകുന്നത്. അതുകൊണ്ട് ഈ അവസരത്തിൽ നമുക്ക് ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സന്തോഷത്തോടുകൂടി നമ്മൾ ഇവിടെ ദേവാലയത്തിലേക്ക് യാത്രയാക്കുകയാണ്. അവിടെ കർത്താവിൻ്റെ ആ ബലിപീഠത്തിൽ വിവാഹം എന്ന കൂദാശ സ്വീകരിച്ചുകൊണ്ട് ഒരു പുതിയ കുടുംബമായിട്ട് ജീവിതം ആരംഭിക്കാൻ പോകുന്ന ഈ അവസരത്തിൽ നമുക്കെല്ലാവർക്കും ആ മകൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. തുടർന്നും പ്രാർത്ഥിക്കണം. അവരുടെ കുടുംബജീവിതം ഐശ്വര്യപ്രദമാകുന്നതിന്, അനുഗ്രഹപ്രദമാകുന്നതിന്, ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞതായിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും സഹായങ്ങളും നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഇത്രയും നാളും വളർത്തി വലുതാക്കി കൊണ്ടുവന്ന മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും എല്ലാം നന്ദിപൂർവ്വം നമ്മൾ അതാണ് സ്തുതി കൊടുക്കുന്നത്. നമ്മൾ നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ സ്നേഹവും നന്ദിയൊക്കെ അറിയിച്ച് പുതിയ കുടുംബത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇവരുടെ സഹായവും സംരക്ഷണവും പ്രാർത്ഥനയും ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ തിരുക്കർമ്മം നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും സന്തോഷത്തോടുകൂടി നമുക്ക് ഈ മകളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഒരു പുതിയ കുടുംബത്തിന് ആരംഭം കുറിക്കുവാനായിട്ട് ഐശ്വര്യപൂർണമായ, അനുഗ്രഹപ്രദമായ, സന്തോഷപ്രദമായ ഒരു കുടുംബം സ്വീകരിച്ച് മുമ്പോട്ട് പോകുന്നതിന് നിത്യദൈവം എല്ലായ്പ്പോഴും അവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവിശ്വസിയായ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശുവേ നിറസ്നേഹമേ, അതിലോല സംഗീതമേ, എന്നെന്നകതാരിലെ അനുരാഗ സായോജ്യമേ, പനിനീർമലർ പോലെ നീ ചിരി തൂകി നിന്നിടവേ, കനവാകയുമാദ്യമായി കുളിരോടെ പൂക്കുന്നിതാ. യേശുവേ പൊന്നേശുവേ, എന്റെ ആത്മാവിൻ താളമേ, നിന്നെ ഞാൻ ഇന്ന് സ്വന്തമാക്കുന്നിതാ. നാഥനേ എന്നാഥനേ, നന്മയോലൊന്ന രൂപമേ, കൺകുളിർത്തിന്നു കണ്ടു നിൽക്കട്ടെ ഞാൻ. ശാരോനിൽ മെല്ലെ പെയ്യും പൂമഞ്ഞിൽ പണ്ടേ ഞാൻ കണ്ടു നിൻ ഭാവങ്ങൾ. നാഥാ നീ എന്നിൽ നൽകും ആനന്ദം, ഇന്നോളം ആരും നൽക സമ്മാനം. ഒരു ചെമ്പനി കാറ്റുപോൽ തഴുകുന്നു ദിവ്യസ്നേഹം, പുതുവെണ്ണിലാവെന്നപ്പോൾ നിറയുന്നു നിന്റെ രൂപം. നീ തരും വചനാമൃതം എന്റെ ജീവനിൽ ഔഷധം. യേശുവേ നിന്നെ തൊട്ടു നിൽക്കുന്നു ഞാൻ. നിൻമുഖം അതിമോഹനം, കൺകളിൽ നിറതാരകം, എന്റെ നാഥന്റെ കൂടെ ചേരുന്നു ഞാൻ. യേശുവേ നിറസ്നേഹമേ, അതിലോല സംഗീതമേ, എന്നുമെന്നകതാരിലെ അനുരാഗ സായോജ്യമേ.
സ്തോത്രമേകുന്നു നാഥനേ, എൻ നാഥനേ, ഞാനറിഞ്ഞ സുഖസ്നേഹമേ, നിന്റെ മാറിൽ ചായുറങ്ങുന്നു ഞാൻ. യേശുവേ നിറസ്നേഹമേ, അതിലോല സംഗീതമേ, എന്നകതാനിലെ അനുരാഗ സായോജ്യമേ, പനിനീർമലർ പോലെ ചിരി തൂകി നിന്നിടവേ, കനവാകയുമാദ്യമായി കുളിരോടെ പൂക്കുന്നിതാ. യേശുവേ പൊന്നേശുവേ, എന്റെ ആത്മാവിൻ താളമേ, നിന്നെ ഞാൻ ഇന്ന് സ്വന്തമാക്കുന്നിതാ. നാഥനേ, എൻ നാഥനേ, നന്മയോലുന്ന രൂപമേ, കൺകുളിർത്തിന്നു കണ്ടു നിൽക്കട്ടെ ഞാൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ്
പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി ഹൃദയ ഐക്യത്തിൽ ജീവിക്കുവാൻ ഈ ദാസരെ അങ്ങ് വിളിച്ചല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധൂവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിൻ്റെ നന്മയ്ക്കും വേണ്ടി ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എൻ്റെ പുത്രി, ശ്രദ്ധിച്ച് കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തൻ്റെ സ്നേഹം മൂലം നിന്നെ തൻ്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. രാജപുത്രയുടെ അഴകെല്ലാം ആന്തരികമാകുന്നു. അവളുടെ മേലങ്കി പൊന്നുപൊതിഞ്ഞതാകുന്നു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. അവർ ഉല്ലാസഭരിതരായി രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും നിന്റെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരിവള്ളി പോലെയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തുമുളകൾ പോലെയുമായിരിക്കും. കർത്താവിനെ ആദരിക്കുന്ന മനുഷ്യൻ ഇപ്രകാരം അനുഗ്രഹീതനാകും. കർത്താവ് സഖിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. ജീവിതകാലം മുഴുവൻ ഓർസ്ലേമിന്റെ നന്മ കാണട്ടെ. മക്കളുടെ മക്കളെ കാണാൻ നിനക്ക് ഇടവരട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതുമെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിൻ്റെയും നാഥൻ സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്ന് അരുൾ ചെയ്ത മിശിഹ നമുക്ക് മാർഗദീപമായിരിക്കട്ടെ.
പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുദീർഘനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ വചനങ്ങൾ ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരരെ, വിശുദ്ധ പൗലോസ്ലിഹ എഫെസൂസിലെ സഭയ്ക്കുള്ള ലേഖനത്തിൽ നിന്നുള്ള വായന കർത്താവെ ആശീർവദിക്കണമേ. ഈശോയെ അനുഗ്രഹിക്കട്ടെ. എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. മിശിഹായോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. ഭാര്യമാരെ നിങ്ങൾ കർത്താവിന് എന്നതുപോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ മിശിഹ തൻ്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. മിശിഹ തന്നെയാണ് ശരീരത്തിൻ്റെ രക്ഷകനും. സഭ മിശിഹായ്ക്ക് വിധേയരായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, മിശിഹ സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നത് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാതെ മഹത്വപൂർണ്ണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. ഇതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. മിശിഹ സഭ എന്നതുപോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. സഭയോടും മിശിഹായോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. മാനസമലരിൽ നിറയുന്നു, മാനസമലരിൽ നിറയുന്നു. സാമോദം നാം പാടിടാ, ഹല്ലേലൂയ പാടിടാ. പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 10 വാക്യങ്ങൾ 2 മുതൽ 9 വരെ.
പരിസയർ വന്ന് ഈശോയെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? ഈശോ അവരോട് മറുപടി പറഞ്ഞു, മൂശെ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത്? അവർ പറഞ്ഞു, മോചനപത്രം എഴുതി അവളെ ഉപേക്ഷിക്കുവാൻ മൂശ അനുവദിച്ചിട്ടുണ്ട്. ഈശോ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയ കാഠിന്യം കൊണ്ടാണ് ഈ കൽപ്പന അവൻ നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും ഭാര്യയോട് ചേരുകയും ചെയ്യും. അവർ ഇരുവരും ഒരു ശരീരമായിത്തീരും. തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒരു ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. പ്രിയപ്പെട്ട അച്ഛന്മാരെ, വിവാഹമെന്ന കൂദാശയിലൂടെ കുടുംബത്തിലേക്ക് പ്രവേശിക്കുന്ന ടോണി ആൻഡ് മേരി, അവരുടെ പ്രിയമുള്ള മാതാപിതാക്കളെ, ബന്ധുമിത്രാദികളെ, ഇവിടെ കൂടിയിരിക്കുന്ന അച്ഛന്മാരുടെയും കുടുംബക്കാരുടെയും ബന്ധുമിത്രാദികളുടെയും പേരിൽ ടോണിക്കും ആൻമേരിക്കും സന്തോഷപൂർവ്വവും സൗഭാഗ്യം നിറഞ്ഞതുമായ ഒരു കുടുംബജീവിതം ഞങ്ങൾ ആശംസിക്കുന്നു. ഇവിടെ ഞങ്ങളെല്ലാവരും ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നിങ്ങളുടെ വിവാഹ ജീവിതം സന്തോഷകരമാകുന്നതിന് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. വിശുദ്ധ ബൈബിളിൻ്റെ ആരംഭത്തിൽ ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിൽ ഇങ്ങനെ സന്തോഷപൂർവമായ ഒരു വിവാഹ ജീവിതത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വിശുദ്ധ ബൈബിള് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ആദ്യത്തെ വിവാഹ ആലോചനയും വിവാഹ നിശ്ചയവുമാണത്. അബ്രാഹത്തിൻ്റെ മകനായ ഇസഹാക്കിന് വേണ്ടി ഭാര്യയെ അന്വേഷിച്ച് പോകുന്ന ഒരു ചരിത്രമാണ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 24-ാം അധ്യായം വിവരിക്കുന്നത്. അങ്ങനെ ഭാര്യയെ അന്വേഷിച്ച് പോകുമ്പോൾ അബ്രാഹത്തിൻ്റെ ഭൃത്യൻ യാത്രയ്ക്ക് മുമ്പ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്: എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ദാസൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ഈ കാര്യം അങ്ങ് സഫലമാക്കണമേ. ഞാനിങ്ങനെ മരുഭൂമിയിലൂടെ പോകുന്ന സമയത്ത് ഒരു സമയത്ത് എനിക്ക് ദാഹിക്കുകയും അകലെ എവിടെയെങ്കിലും ഒരു കിണർ കാണുകയും എനിക്ക് ദാഹിക്കുന്നു, കുടിക്കാൻ അല്പം വെള്ളം തരുമോ എന്ന് അവിടെ വെള്ളം കോരാൻ വരുന്ന സ്ത്രീകളോട് ചോദിക്കുകയും ചെയ്യുമ്പോൾ ഏത് സ്ത്രീയാണോ പ്രഭോ ഞാൻ അങ്ങേക്ക് വെള്ളം കോരിത്തരാം എന്ന് പറയുന്നത്, ആ സ്ത്രീയാകട്ടെ എൻ്റെ യജമാനൻ്റെ മകന് ഭാര്യയായി മാറുന്നവൾ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ബൈബിള് കുടുംബജീവിതത്തെ അടിസ്ഥാനമാക്കുന്നത് കാരുണ്യം എന്ന മഹാപുണ്യത്തിലാണ്, ദയ എന്ന മഹാപുണ്യത്തിലാണ് കുടുംബജീവിതത്തെ വിശുദ്ധ ബൈബിള് അടിസ്ഥാനപ്പെടുത്തുന്നത്. ഇങ്ങനെ ഭൃത്യൻ മുമ്പോട്ട് പോകുന്നു. മരുഭൂമിയിൽ വെച്ച് ഇതുപോലെ തന്നെ സംഭവിക്കുകയാണ്. അകലെ പെൺകുട്ടികൾ വെള്ളം കോരാൻ വരുന്നു. അപ്പോൾ അബ്രാഹത്തിൻ്റെ ഭൃത്യൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു, ആരാണ് എനിക്ക് അല്പം വെള്ളം തരിക? ഉടനെ ഒരു പെൺകുട്ടി മുമ്പോട്ട് വന്നിട്ട് പറഞ്ഞു, പ്രഭോ ഞാൻ അങ്ങേക്ക് വെള്ളം കോരി തരാം, അങ്ങേക്ക് മാത്രമല്ല അങ്ങയുടെ കൂടെയുള്ള എല്ലാവർക്കും. അപ്പോൾ അബ്രാഹത്തിൻ്റെ ഭൃത്യൻ മരുഭൂമിയുടെ ഈ മണലാരണ്യത്തിൽ മുട്ടുകുത്തി എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. എന്നിട്ട് ആകാശങ്ങളിലേക്ക് കൈകൾ ഉയർത്തി പറഞ്ഞു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ. ആ കുടുംബമാണ് പിന്നീട് നമ്മൾ അറിയുന്നത് 12 ഗോത്രങ്ങൾക്ക് അടിസ്ഥാനമായിട്ടുള്ള റബേക്ക എന്ന് പറയുന്ന അതിശ്രേഷ്ഠയായ ആ വീടിൻ്റെ ആ കുടുംബ സ്ത്രീയായിട്ട് മാറിയ ആ പെൺകുട്ടി. പ്രിയപ്പെട്ടവരെ, ഇന്ന് വലിയ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ആരംഭത്തിലുണ്ടായിരുന്നു.
വലിയ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു കുടുംബമാണ്. എനിക്ക് വടക്കുംമുറി കുടുംബത്തെ അത്ര അങ്ങ് അറിയത്തില്ല, പക്ഷെ പൂവേലി കുടുംബം ജോസൂട്ടി ചേട്ടനെ എല്ലാം അറിയാവുന്ന വലിയ സാമൂഹിക പ്രതിബദ്ധതയുള്ള ആളുകളോട് ഒരുപാട് ബന്ധമുള്ള പരിചയമുള്ള കുടുംബമാണ്. ആ കുടുംബത്തിലേക്ക് ആൻമേരി കടന്നു വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ആ നന്മയുടെയും കാരുണ്യത്തിൻ്റെയും പരസ്പര ബന്ധത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒക്കെ അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടും എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, അങ്ങനെ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ ഒരു കവിതയുണ്ട് കല്യാണത്തെക്കുറിച്ച്, രസകരമാണ്. അദ്ദേഹം പറഞ്ഞു, വിട്ടുവീഴ്ചയിലാണ് കുടുംബജീവിതം അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം പറയാണ്, കാന്തൻ കാത് മൂടുകിൽ, കാന്ത കണ്ണ് മൂടുകിൽ, കല്യാണം കാന്തമായിടും, അല്ലെങ്കിൽ അത് കുന്തമായിടും. അപ്പോൾ വിട്ടുവീഴ്ചയും സഹകരണ മനോഭാവവും പരസ്പര അഭിപ്രായത്തിലും അടിസ്ഥാനമാണ് കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ. ഞാൻ ഒരു സംഭവം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. കുറേ നാളുകൾക്ക് മുമ്പ് പാലായിൽ നിന്ന് എനിക്ക് മൂലമറ്റം വരെ ഒരു യാത്രയുണ്ടായിരുന്നു. എൻ്റെ ബന്ധുക്കാരനായ ഒരു റിട്ടയേർഡ് ബാങ്ക് മാനേജർ, അദ്ദേഹത്തിന് ഒരു 65 വയസ്സ് അടുത്ത പ്രായമുണ്ട്. അദ്ദേഹം ഭാര്യയുമുണ്ട് വണ്ടിയിൽ. ഞാൻ പാലായിൽ നിന്ന് കയറുകയാണ്. ഇങ്ങനെ AC ഇട്ട് വണ്ടി ഇങ്ങനെ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് പുറകിൽ നിന്ന് ഈ ഭാര്യ, ഈ 62 വയസ്സോളം ഉള്ള ഭാര്യ ചുമയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ മുമ്പിലിരുന്ന 65 വയസ്സുകാരൻ പറയുകയാണ്, കാലങ്ങൾക്ക് മുമ്പാണ്, പറയുകയാണ്, കുട്ടനെന്താ ചുമയ്ക്കുന്നത്? അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കി, ഞാൻ അറിയാതെ ഏതെങ്കിലും കുട്ടൻ ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടോ? കുഞ്ഞുങ്ങളെ ആരെയും ഞാൻ കണ്ടില്ല. സത്യമായിട്ട് ഞാൻ പുറകോട്ടും അങ്ങോട്ടും ഒക്കെ തിരിഞ്ഞു നോക്കി, കൊച്ചുങ്ങൾ ആരെങ്കിലും ഇതിൻ്റെ അകത്തുണ്ടോ? ആരുമില്ല, ഭാര്യയാണ്. പ്രിയപ്പെട്ടവർ, 65-ാം വയസ്സാണ്. കല്യാണം കഴിഞ്ഞിട്ട് 10-40 വർഷം കഴിയുമ്പോൾ എടീ കരിമ്പൂതമേ മൂദേവി എന്നൊക്കെ വിളിക്കുന്ന സമയത്താണ് ഈ മനുഷ്യൻ കുട്ട എന്ന് വിളിക്കുന്നത്. ഞങ്ങൾക്കുള്ള പ്രാർത്ഥന ഇതേ ഉള്ളൂ, ടോണി വർഷങ്ങൾക്ക് ശേഷം ഇതുപോലെ ആൻമേരിയെ കുട്ട എന്ന് വിളിക്കട്ടെ. അതിന് അത്രമാത്രം ഊഷ്മളമാകട്ടെ നിങ്ങളുടെ കുടുംബജീവിതം എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മുടെ കർത്താവ് ഈശോ മിശിഹ നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ വധൂവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളേവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പ്രിയ സഹോദരരെ, വധുവന്മാർ വിവാഹം എന്ന കൂദാശയാൽ ബന്ധത്തിലാകാൻ പോകുന്നു. ഈ കൂദാശ യോഗ്യതയോടെ പരിക്രമം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും സ്കൃത്യയോടും കൂടെ നിന്ന് മൗനമായി പ്രാർത്ഥിക്കാം. ടോണിയുടെ അച്ഛൻ്റെ അനിയൻ്റെ മകനാണ് ടോണി. അതുകൊണ്ട് അച്ഛൻ, ബഹുമാനപ്പെട്ട അച്ഛന് ഈ വിവാഹം ആശീർവദിക്കുന്നതായിരിക്കും. ആദിയിൽ പുരുഷന് ജീവിത സഖിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യാഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കുദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമർത്ഥമായി എന്നിൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സെബാസ്റ്റ്യൻ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും
പൂർണ്ണമായ സമ്മതത്തോടും കൂടെ ആൻമേരിയെ നിൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നുവോ? ആൻമേരിയെ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ ടോണിയെ നിൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നുവോ? നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ. ടോണി, ആൻമേരി, നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കുകയും അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിൻ്റെ ഐക്യത്തോടും കൂടെ കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവെ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധൂവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആസ്വദിക്കണമേ. ഐക്യത്തിന് പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിൻ്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആസ്വദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും. കൃപാവരത്തിൻ്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവെ, ഈ മന്ത്രകോടി ആസ്വദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിൻ്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവെ, ലോകത്തിൽ നിഷ്കളങ്കരായി അവർ ജീവിക്കുവാൻ സ്വർഗത്തിൽ മഹത്വത്തിൻ്റെ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. സൗഭാഗ്യമേടാൻ മണ്ണിന് വിണ്ണോട് ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. സൗഭാഗ്യമേടാ പിതാവും കന്യാംബികയും ഓമൽ സുതനാമീശോയും ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടെ ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരരെ, നിങ്ങൾ തലകുരിച്ച് ആശീർവാദം സ്വീകരിക്കുവൻ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ.
മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികവുമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ആമേൻ. അകതാരിൽ നീ അലിവോടെ നീ എഴുന്നള്ളി വന്നിടണേ. തിരുമാംസവും തിരുരക്തവും ഉൾക്കൊള്ളുമീ നിമിഷം കൈകൂപ്പി ഞാൻ നിൽക്കുന്നിതാ എന്നാത്മം ഞാൻ ഏകുന്നിതാ എന്റെ ജീവന്റെ ജീവനാഥ. അകതാരിൽ നീ അലിവോടെ നീ എഴുന്നള്ളി വന്നിടണേ. തിരുമാംസവും തിരുരക്തവും ഉൾക്കൊള്ളുമീ നിമിഷം എൻ ഘോര പാപങ്ങൾ പോക്കിടുവാൻ തിരുജീവൻ ബലിയായി നൽകിയവൻ. എൻ ഘോര പാപങ്ങൾ പോക്കിടുവാൻ തിരുജീവൻ ബലിയായി നൽകിയവൻ. അവൻ പരിപാലകൻ, അവൻ കരുണാമയൻ, അവൻ മനതാരിൽ നിറയുന്നവൻ, അവൻ മനതാരിൽ നിറയുന്നവൻ. അകതാരിൽ നീ അലിവോടെ നീ എഴുന്നള്ളി വന്നിടണേ. തിരുമാംസവും തിരുരക്തവും ഉൾക്കൊള്ളുമീ നിമിഷം ഈ ദമ്പതിമാരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിന്റെ വലങ്കൈ നീട്ടണമേ. അങ്ങയുടെ സംരക്ഷണത്തിന്റെ ഇടപെടലിൽ ഇവരെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറയെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ യുദ്ധത്തിൽ ഇവരെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവായ മിശിഹായേ, ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധന്യാമറിയത്തിന്റെയും തിരുക്കുടുംബത്തിന്റെ നാഥനായ മാറിയ യോസേഫിന്റെയും മാധ്യസ്ഥം ഇവരുടെ കുടുംബജീവിതം ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥനയെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവരാകട്ടെ. വിവാഹമെന്ന കൂദാശയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ.
മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായ ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കൂദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യനേരത്തെ സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കുചേർന്ന് എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ. ഇപ്പോഴും